ധർമ്മേന്ദ്ര, ഒരു പാട്ട് വെച്ച് തന്നാൽ ഞങ്ങൾക്കൊന്ന് എന്റർടൈൻ ചെയ്യാമായിരുന്നു. ഹിന്ദി പാട്ട് മതിയോ? എന്താ പേര്? ബെറ്റി. സ്വീറ്റ് നെയിം. കേട്ടോ ബെറ്റി, ലാംഗ്വേജ് എന്തായാലും എനിക്ക് പ്രശ്നമല്ല. എങ്കിൽ ഞങ്ങളുടെ പ്രോഗ്രാം സോങ് ഒന്ന് വെച്ചുതരാമോ? പിന്നെന്താ, വിത്ത് പ്ലഷർ. All the dreams like tingle stars. The tingle stars like glowing gems. But the gems are floating like gems and sparks. ഇത് വലിച്ച ഇംഗ്ലീഷ് പറയാൻ പറ്റും. വെറുതെ സ്കൂളിൽ പോയി സമയം കളഞ്ഞു. First things first, I'ma say all the words inside my head. I'm fired up and tired of the way that things have been. Oh, ooh, the way that things have been. Oh, ooh. Second thing, second, don't you tell me what you think that I can be. I'm the one at the sail, I'm the master of my sea. Oh, ooh, the master of my sea. Oh, ooh. I was broken from a young age, taking my soak into the masses, writing my poems for the few that look at me, took at me, shook at me, feeling me, singing from heartache, from the pain, taking my message from the veins, speaking my lesson from the brain, seeing the beauty through the. Hey, you make me up, you make me a believer, believer. Hey, you break me down, you build me up, believer, believer. സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധകരെ, ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്നെ അപേക്ഷിക്കുകയാണ്. രാത്രികൾ പകലുകളാക്കി, പകലുകൾ ഗാത്രികളാക്കി, ഏകാന്തതയുടെ നിശബ്ദതയിൽ നിന്നും പെറുക്കിയെടുത്ത ഈ ഗാനത്തിന് പണ്ടെങ്ങോ കേട്ടു മറന്ന ഏതെങ്കിലും ഒരു പാട്ടുമായി സാമ്യം തോന്നിയാൽ അത് കേവലം യാദൃശ്ചികം മാത്രമാണ്. ഞാൻ തുടങ്ങട്ടെ.
minule. Life is nothing but a celebration of events. നമുക്ക് കിട്ടിയ ഈ ജീവിതം പരിപൂർണമായി ആഘോഷിക്കുക. നമ്മുടെ വിജയങ്ങൾ ആഘോഷിക്കുക, നമ്മുടെ സങ്കടങ്ങൾ ആഘോഷിക്കുക, നമ്മുടെ പരാജയങ്ങൾ ആഘോഷിക്കുക, നമ്മുടെ മരണം ആഘോഷിക്കുക. കദളി വാഴ കയ്യിലിരുന്ന് കാക്കയിന്നു വിരുന്നു വിളിച്ച് വിരുന്നുകാരാ 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 വന്നാട്ടെ വിരുന്നുകാരാ 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 വന്നാട്ടെ. നിർത്തടിയുമാരെ വിരുന്നുകാരെ എങ്ങനെ ഒഴിവാക്കാൻ ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവള് വിരുന്നുകാരെ ഓരോരുത്തരും ഇങ്ങോട്ട് വിളിച്ചു വരുത്തുന്നത്. പാത്തുമ്മ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വിരുന്നുകാരെന്ന് പറഞ്ഞ ആര് ഈ പടിക്ക് വന്നാലും നമ്മൾ ഈ പൊരയുടെ അകത്തോട്ട് കയറ്റൂല. അതെന്താ? വരി വരി വരിയായി കുടുംബത്തെ കേറി നിര നിര നിരങ്ങും ഉള്ളതെല്ലാം വാരിക്കെട്ടി ഒതുക്കും ഈ വീട് മുടിപ്പിക്കുമേ. അളിയനെന്നും മൂത്തപ്പന്റെ മകനും ബന്ധത്തിൽ ബന്ധുവിന്റെ ബന്ധക്കാരൻ മാമനും ചൊല്ലി വരും വിരുന്നുകാർ ബന്ധുക്കള് മൊത്തത്തിൽ ശല്യങ്ങളാ. പാത്തുമ്മ പ്രായം അറിയാണ്ട് കിടന്ന് തുള്ളല്ലേ, എന്താ കാര്യമെന്ന് പറയാൻ? നിങ്ങക്ക് നമ്മളോട് പെരുത്ത സ്നേഹം ഉണ്ടായിട്ടല്ലേ നിങ്ങൾ നമ്മുടെ ഫോട്ടോ പേഴ്സിനകത്ത് വെച്ചോണ്ട് നടക്കണേ? എടി, എന്തെങ്കിലും എടങ്ങേറായിട്ടുള്ള പ്രശ്നങ്ങളിൽ പെട്ട് ആകെ ചുറ്റിത്തിരിഞ്ഞ് നട്ടം കറങ്ങി അലാക്കിന്റെ അവലും കഞ്ഞി പരുവത്തിൽ ഇരിക്കുന്ന സമയത്ത് നിന്റെ ഈ ഫോട്ടോ എടുത്ത് വെച്ച് നോക്കുമ്പോ നമുക്കൊരാശ്വാസം കിട്ടും. അതല്ലെങ്കിലും അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ പെടുമ്പോ ആണുങ്ങൾക്ക് ഭാര്യമാരുടെ ഫോട്ടോ നോക്കി ഒരു ആശ്വാസം തന്നെയാ. അങ്ങനത്തെ ആശ്വാസം അല്ല മോളെ ഇത്. ഇതിലും വലിയ പ്രശ്നമല്ലല്ല അത് എന്നോർക്കുമ്പോഴുണ്ടാവുന്ന ഒരാശ്വാസം. അതുകൊണ്ടല്ലേ പുള്ളേ എല്ലാ ഭർത്താക്കന്മാരും ഭാര്യമാരുടെ ഫോട്ടം പേശിക്കൊണ്ട് നടക്കണത്. മനുഷ്യ, നിങ്ങൾ നമ്മളെ ഇടങ്ങേറക്കാൻ പറയണല്ലേ? ഇല്ല, നിങ്ങൾക്ക് നമ്മളോട് സ്നേഹമുണ്ട്. നിങ്ങൾ ഓർക്കണ പിന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ ഞാൻ കൊടുത്തിരുന്ന സാരി നിങ്ങൾ ഓർക്കണ? പിന്നെ തീവണ്ടിക്ക് തലവെക്കാൻ പോകുമ്പോ വന്നത് KK എക്സ്പ്രസ് ആണോ മദ്രാസ് മെയിൽ ആണോ ജയന്തി ജനതയാണോ എന്നൊക്കെ ആരെങ്കിലും നോക്കുവാടി. നിങ്ങൾ വലിയ വർത്താനൊന്നും പറയണ്ട. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായിട്ട് നിങ്ങൾ നമ്മൾ എവിടെയെങ്കിലും ഒരു ടൂറിന് കൊണ്ടുപോയിട്ടുണ്ടോ? നിനക്കിപ്പോ ടൂറിന് പോകാഞ്ഞിട്ട്, അല്ലെങ്കിൽ തന്നെ നിന്റെ ബന്ധുക്കാർ ഓരോരുത്തർ വിരുന്നുകാരാന്നും പറഞ്ഞ് വന്നിരുന്ന് കുത്തിയിരുന്ന് നമ്മളെ മുടിപ്പിച്ചിട്ട് പോണല്ലേടി. എന്റെ ആങ്ങളുടെ മോൻ വരുമെന്ന് കമ്പി അടിച്ചായിരുന്നു. അവൻ ഈ പടി ചവിട്ടിട്ടുണ്ടെങ്കിൽ ആ കമ്പി എടുത്ത് അവന്റെ തലക്കിട്ട് ഞാൻ അടിക്കും. വിരുന്നുകാരെ കൊണ്ട് വലിയ തൊല്ലായില്ല. അല്ലെങ്കിൽ എന്റെ ആരെങ്കിലും വരുമ്പോ നിങ്ങൾക്ക് പ്രാന്താ. എടി, ആ ഹിമാർ വന്ന് കേറി കഴിഞ്ഞാൽ ഭയങ്കര ചെലവാണ്. പണ്ടാരടങ്ങാനായിട്ട് നാശപ്പെടുന്ന് പോകയില്ല. മാമാ വടച്ചോനെ, അവന്റെ കാര്യം പറഞ്ഞ് നാക്ക് വളച്ചു കൂട്ടി അകത്തേക്ക് ഇട്ടോളു. അപ്പോഴത്തേന് നീർക്കോലി എത്തി. മാമാ ഞാനെത്തി. അളിയന്റെ മോനെ മൂശട്ടച്ചക്ക പാപ്പാറെ തല്ലിട്ട് ജയിലിൽ പോയോനെ മേലാളി കുടുംബത്തെ കേറിയാൽ നിന്നെ കൊല്ലും ഞാൻ. കല്ലല്ലേ മാമ കൊല്ലല്ലേ മാമ പറയണ കേട്ട് ഞാൻ നിന്നോളാം മാമ. പണ്ടത്തെ പോലെ ഞാൻ കാശും കൊണ്ടിവിടുന്നേ മുങ്ങൂല. വേണേ കുറച്ചു നേരം നിന്നിട്ട് പൊക്കൊട കുരുത്തം കെട്ടോന്നെ. അല്ല വിരുന്ന് പാർക്കുവാൻ പരുങ്ങി നിൽക്കാതെ തിരിച്ചു പൊക്കോണം. ഓഹോ പോവഹയാ 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 ഒന്ന് പോവഹയാ. പാത്തുമ്മ, നീ പെട്ടെന്ന് ഒരു ഗ്ലാസ് വെള്ളം
ചോറുണ്ടാക്ക് അവന് പോയിട്ട് വേറെ കാര്യമുള്ളതാണ്. അയ്യോ ഞാൻ പോകുന്നില്ല, എനിക്ക് ചായ കുടിക്കാതെ പോകാൻ പറ്റത്തില്ലല്ലോ. അത് ശരി, എന്നാ പാത്തുമ്മ പെട്ടെന്ന് ചായ എടുത്തു, അവന് പെട്ടെന്ന് പോകാനുള്ളതാണെന്ന്. അങ്ങനെ പറയല്ലേ, പിന്നെ ഉച്ചക്ക് വെക്കുന്ന ചോറ് കൂടി തിന്നിട്ട് ഞാൻ ഇവിടുന്ന് പോകുന്നു. ഇടങ്ങേറായില്ലേ പഠിച്ചോനെ. എന്നാ പാത്തുമ്മ പെട്ടെന്ന് ചോറുണ്ടാക്ക്, അവന് ചോറുണ്ടിട്ട് പോയിട്ട് വേറെ കാര്യമുണ്ടെന്ന്. എന്ന് പറഞ്ഞ വൈകുന്നേരം ഉണ്ടാക്കുന്ന ബിരിയാണി പിന്നെ ആര് തിന്നു? എന്നാ പെട്ടെന്ന് കോയിനെ വെട്ടിട്ട് ബിരിയാണി ഉണ്ടായി കൊടുക്ക് പാത്തുമ്മ, അവന് പോണോന്ന്. അല്ല എനിക്കറിയാൻ മേലട്ട് ചോദിക്കാൻ, എന്നെ പറഞ്ഞു വിടാൻ മാമക്കന്നെ ഇത്ര ധൃതി. എടാ നിന്നെ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളൂല, അത് തന്നെ. ഇവനിപ്പൊ എന്ത് ചെയ്തെന്ന് എങ്ങളീ പറയണേ? ആ നിനക്ക് അറിയാൻ പാടില്ലായിട്ടാണ്. എടാ നീ അപ്പുറത്തെ വീട്ടിലെ റസിയനോട് എന്തോ വേണ്ടാതിനം പറഞ്ഞിട്ട് നീ അവിടെ മാപ്പ് പറയാൻ ചെന്നായിരുന്നു. എടാ മാപ്പ് പറയാൻ ചെന്ന ഒരാളെ എന്തിനാടാ പിന്നെ അവരെ കൂടിയിട്ട് തല്ലിയത്? അത് പിന്നെ ഒരു അക്ഷരത്തെറ്റ് പറ്റിയതാ. എന്തിന്? കുട്ടി എന്നോട് പൊറുക്കണമെന്ന് പറഞ്ഞത് കുട്ടി എന്റെ കൂടെ പൊറുക്കണമെന്നായിപ്പോ എന്റെ മാമ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവനെ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളൂലെന്ന്. നീ കിട്ടണ വണ്ടിക്ക് വിട്ടോ, നീയും കയറിപ്പോടിയകത്ത്. അയ്യടാ മാമ എനിക്ക് വാങ്ങി തരാന്ന് പറഞ്ഞ കവാസാക്കി ബൈക്ക് ഇട്ടാണ്ട് ഞാൻ ഇവിടുന്ന് പോവൂല എന്റെ മാമ. പടച്ചോനെ ദേവന് അടുത്ത ചെലവ്. നിനക്ക് എന്തിനാടാ ഇപ്പൊ കവാസാക്കി ബൈക്ക്? എടാ നിനക്ക് പടച്ചോൻ എന്തിനാടാ രണ്ട് കാല് വന്നേക്കണത്? ഒരു കാല് ബ്രേക്ക് ചവിട്ടാനും ഒരു കാല് ഗിയർ മാറാൻ. നീ ഇനി ബൈക്കിന്റെ കാര്യം ഇവിടെ മുണ്ടിപ്പോകരുത്. എടാ റസാക്ക് ഒരു കവാസാക്കി എടുത്തിട്ടുണ്ടായ പുകിൽ എന്തൊക്കെയാണെന്ന് എനക്ക് അറിയാമോടാ? റസാക്കിന്റെ കവാസാക്കി ഒരെമ്പോക്കി ഹലാക്കാക്കി തരം നോക്കി തവൻ പോക്കി ഉറക്കാക്കി തവ സ്റ്റാർട്ടാക്കി വെളിവില്ലാത്ത സ്പീഡാക്കി കിടക്കണ് തായ രണ്ടാക്കി ഹലാക്കാക്കി വെടക്കാക്കി റസാക്കിന്റെ കവാസാക്കി. അതൊക്കെ പോട്ടെ, നമ്മൾ വന്നപ്പോ ചോദിക്കണോന്ന് വിചാരിച്ചാണ്. എന്താണ് എന്റെ കരണത്തൊരു നീര്? അതൊരു ഉമ്മ തന്നതാ. ഒരു ഉമ്മ തന്ന അങ്ങനെ നീര് വരുവാടാ? ആ ഉമ്മ അല്ല, പിന്നെ അപ്പുറത്തെ ഐഷയുടെ ഉമ്മ എന്റെ കർണത്തൊട്ടൊന്ന് തന്നതാ. ഇതാണ് ഞാൻ പറഞ്ഞത്, എന്നെ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളൂല. നീ എത്രയും പെട്ടെന്ന് നീ ഇവിടുന്ന് പോയിക്കൊള്ളണം. പോയിക്കോടാ അവിടുന്ന്. ഞാൻ പോവൂല. നീ പോവില്ലടാ? ഇല്ല, മാമൻ എന്നെ തല്ലി കൊന്നാലും ഞാൻ പോവും. അപ്പൊ നീ പോവില്ല അല്ലേ? ഇല്ല പോവൂല. എങ്കിൽ ഞാനും ഒരെണ്ണം തരും. എന്ത്? ഉമ്മ. എന്റെ ഉമ്മ. പടച്ചോനെ എന്താണ് പാത്തുമ്മ, എന്ത് പറ്റി? അതോ ആകെ ഇടങ്ങേറായി. എന്താണ്? നമ്മുടെ മൂത്തുമ്മ മൂത്താപ്പ മൂത്തുമ്മയുടെ മോളും കെട്ടിയോനും എല്ലാം കൂടി ഇങ്ങോട്ട് വരുന്നതാ ഇപ്പൊ ഫോൺ വന്ന്. ഓ ദേ പിന്നെയും പറഞ്ഞ വിരുന്നുകാരി. ഇതാകെ ഇടങ്ങേറാവൂല്ല. ഇനി ഈ ചെലവും കൂടി നമ്മൾ എങ്ങനെ താങ്ങൂടി പാത്തുമ്മ? ഇനി ഈ വീട്ടിൽ ഒരു സാധനം ഉണ്ടാവില്ല, ഒക്കെ അവറ്റകൾ തിന്നു തീർക്കും. ആ പാത്തുമ്മ നമുക്കൊരു പണിയാടി. എന്താ മനുഷ്യനെ? നമുക്ക് രണ്ടുപേർക്കും ചിക്കൻ ബോക്സ് വന്നു. എപ്പോ? എടിപ്പാടെ അതല്ലെന്ന്. നമുക്ക് രണ്ടുപേർക്കും ചിക്കൻ ബോക്സ് വന്നിട്ട് നമ്മൾ ഇന്ന് കുളിച്ചേ ഉള്ളു. ഈ വീട്ടിൽ ആരെങ്കിലും വന്നാ അവർക്കത് പകരും എന്ന് പറഞ്ഞ് നമ്മൾ അവരെ പേടിപ്പിക്കണം. മനസ്സിലായാ? മനസ്സിലായി. നമുക്ക് രണ്ടുപേർക്കും ചിക്കൻ ബോക്സ് വന്നിട്ട് നമ്മൾ ഇന്ന് കുളിച്ചേ ഉള്ളു. 4 ദിവസത്തിനുള്ളിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് അവർക്ക് പകരും എന്നൊക്കെ പറഞ്ഞ് അവരെ അങ്ങോട്ട് പേടിപ്പിച്ചേക്കണം. അപ്പൊ അവര് തിരിച്ചു പോക്കോളും. മനസ്സിലായാ? മനസ്സിലായി. ഇങ്ങോട്ട് വരില്ലേ, ഇങ്ങോട്ട് വരില്ലേട്ടോ, ആരും കേറി വരില്ലേ? ശരിയാ ഇങ്ങോട്ട് വരല്ലേട്ടാ. ചിക്കൻ ആയിരുന്നു, ചിക്കൻ. ചിക്കൻ ബിരിയാണി അതല്ലെന്ന്, ഞങ്ങൾക്ക് ചിക്കൻ ബോക്സ് വന്നിട്ട് ഇന്ന് കുളിച്ചിട്ടുള്ളൂ. കുളിക്കണേന്റെ അന്ന് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും പകരും. ബാഗൊക്കെ പോയിക്കോളാൻ. വരല്ലേ പകരും. ചിക്കൻ ബോക്സ് ഞങ്ങൾക്ക് പകരൂല. അതെന്താ? ചിക്കൻ ബോക്സ് വന്നിട്ട് ഞങ്ങളില്ലേ കുളിച്ചതേ ഉള്ളൂ. പടച്ചോനെ.